മീറ്റിംഗ് തീരാൻ ഒരു 1 hour എടുക്കും. താൻ പോയി ആ സമൻസ് കൊടുത്തിട്ടോ. സർ, മീറ്റിംഗ് തീരാൻ 1 hour എടുക്കും. CI രാമകൃഷ്ണൻ. എന്താ സാർ? ഈ വടക്കേപ്പറമ്പിൽ ദിവാകരൻ മകൻ രാജന്റെ വീട് ഏതാ? ഇല്ല അറിയില്ല സാർ. ഈ രാജന് നിനക്കറിയില്ല? രാജന് എനിക്ക് സത്യമായിട്ടും അറിയില്ല സാർ. ഒരു പ്രാവശ്യം കൂടെ എന്നെ കൊണ്ട് വർദ്ധിക്കരുത്. ഇവിടെ ഒരു പുള്ളി. വിചാരിച്ചൊരു ഭീകരാന്തരീക്ഷം ഇല്ലല്ലോ. ഇവിടെ ആരുമില്ലേ? ബസ്സിൽ കണ്ട അമ്മച്ചിയാണല്ലോ. ഈ കടയ്ക്ക് ലൈസൻസ് ഉണ്ടോ? ഈ പെട്ടിക്കടയ്ക്ക് ലൈസൻസ് വേണമെന്ന് എമാമാരും പറഞ്ഞിട്ടില്ല. ഓ, എന്നാ ഈ എമ്മ പറയുന്നു പെട്ടിക്കടയ്ക്ക് ലൈസൻസ് വേണം. ഇത് പിടിച്ചു പിടിക്കാൻ. ഇതുവരെ ലോക്കലാണല്ലോ. ഇതിന്റെ ISI മാർക്ക് അവിടെ. ഈ കട ഞാൻ പൂട്ടിക്കും. ഞാനേ ഭയങ്കര സ്ട്രിക്റ്റാ, മനസ്സിലായോ? ആ കണ്ണാടി വേറെന്തൊക്കെയുള്ള? താനാ വനിതാ പോലീസ് സ്റ്റേഷനിൽ പുതിയ വന്ന ഡ്രൈവറല്ലേ? ആണെങ്കിൽ ഇടോ തനിക്ക് നാണമില്ലല്ലോ ഇടോ. പെണ്ണുങ്ങൾ പറയുന്ന കേട്ട് നട്ടലില്ലാതെ ജീവിക്കാൻ. ഇടോ ഞാനും പണ്ടൊരു പോലീസ് ഡ്രൈവറായിരുന്നു. പക്ഷെ തന്നെ പോലെ പെണ്ണുങ്ങളുടെ നല്ല ആണുങ്ങളുടെ സ്റ്റേഷൻ. ഇടോ നിക്കടോ അവിടെ. വനിതാ പോലീസുകാർ വന്നിരിക്കുന്നു. സ്ത്രീകളെ നോക്കിയാൽ കുറ്റം, സംസാരിച്ചാൽ കുറ്റം, ഇടോ പോയി ജോലി രാജിവെച്ച ആണുങ്ങളെ പോലെ നടക്കാൻ നോക്ക്. എന്തുമാത്രം കൊച്ചു പുസ്തകങ്ങൾ വിൽക്കുന്ന കടയായത്. ISI വന്നതിന് ശേഷം എല്ലാം തീർന്നില്ലേ? അതല്ലേ എനിക്ക് ഇത്ര ദേഷ്യം വന്നത്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് ഡ്യൂട്ടിക്ക് ഒരു കുറവില്ലല്ലോ. ആ അതെ, ഇന്ന് കുറച്ച് നേരത്തെ പോകുന്നുണ്ടായിരുന്നു. രാമകൃഷ്ണൻ വന്നല്ലോ. ഈ നാട്ടിലെ ആണുങ്ങൾ അത്ര കംഫർട്ടബിൾ അല്ല. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഒരല്പ സ്വാതന്ത്ര്യക്കുറവുണ്ട്. അപ്പൊ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ രാമകൃഷ്ണന്. ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങുന്നവരെ നമ്മൾ തല്ലാറുണ്ടോ? മദ്യപിച്ച വീട്ടിൽ വഴക്കുണ്ടാക്കിയ ഉറപ്പായിട്ടും തല്ലും. അല്ല പിന്നെ നല്ലവണ്ണം ഭാര്യയെ നോക്കി ജീവിക്കുന്നവന് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭാര്യയെ കൂടാതെ വേറൊരാളെ കൂടി നോക്കുന്നവനെ ഞങ്ങള് ചവിട്ടി കൂട്ടും. കാര്യം നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ, എന്നാലും ആണുങ്ങളോട് ഇത്രയും വിരോധം പാടില്ല. നോക്ക് രാമകൃഷ്ണ, എന്റെ വീട്ടിലെ സകല ജോലികളും നോക്കുന്നത് എന്റെ ഹസ്ബൻഡാ. ഇവിടുന്ന് ടയേർഡായി വീട്ടിൽ ചെന്ന് കയറുന്ന ഞാൻ എന്ത് റിലാക്സ്ഡ് ആണെന്നറിയോ? തനിക്കൊരു കുടുംബമൊക്കെ ആവുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കണം. ഹെൽമെറ്റ് വെച്ച് ഒന്നോരൊന്ന് കാണുന്നു. നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ഹലോ. ഹലോ മാഡം, ഞാൻ നീയാണ്. നീയാ, പറയൂ. മാഡം, എനിക്ക് സുഖമില്ല. ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോണായിരുന്നു. ഏത് ഹോസ്പിറ്റല്? സിറ്റി ഹോസ്പിറ്റൽ. ഓക്കെ. എൽസമ്മ ഇന്ന് ലീവിലാണല്ലോ. ഞാൻ രാമകൃഷ്ണനെ കൂടെ വിടാം. ജീപ്പിൽ പോയിട്ട് വന്നോളൂ. മാഡം, പോലീസ് ജീപ്പില്? എന്നാ നീ ഒരു കാര്യം ചെയ്യൂ, രാമകൃഷ്ണൻ അവിടുത്തെ കാർ എടുക്കട്ടെ. ഒറ്റയ്ക്ക് പോണ്ട നീ പ്ലീസ്. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ മാഡം. ഓക്കെ.
ഒരു സെക്യൂരിറ്റി ഒറ്റയ്ക്ക് പോയ ആരെയും പിടിച്ച് തിന്നോ? എന്ത് പറ്റി മോളെ? ആ അമ്മേ, ഹോസ്പിറ്റലിൽ പോവാൻ പോലീസ് ഡ്രൈവർ കൂടെ വരുന്നു. ഓ അതിനെന്താ, വന്നോട്ടെ. ഒറ്റയ്ക്ക് പോകത്തന്നെ നല്ലത്. ഇങ്ങനെ രജനി ആ ലോട്ടസ് റിസോർട്ടിലെ മീറ്റിംഗ് എത്ര മണിക്കാ? 3 മണിക്കാ മാഡം. ആ താനേ മേനോൻ സാറിന്റെ വീട്ടിൽ പോയിട്ട് കാർ എടുത്തിട്ട് നീ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. സെക്യൂരിറ്റിയിൽ ഒരു പ്രശ്നം വരാൻ പാടില്ല, മനസ്സിലായല്ലോ? യെസ് മാഡം. ഓക്കെ, സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞേക്കാം. ശരി ഓക്കെ. ഈ ഉന്നം പിടിക്കണല്ലാതെ വെടിവെക്കണമെന്നും കാണുന്നില്ലല്ലോ. എങ്ങനെ വെടിവെക്കും? ജാമ്പവാന്റെ കാലത്തുള്ള ഒരു തോക്കും പിന്നെ ആകെ ഉള്ളതാണെങ്കിൽ 2 ഉണ്ട്. ഇതൊന്ന് പ്രാക്ടീസിന് ഉപയോഗിക്കണമെങ്കിൽ വരെ മോളിൽ നിന്ന് ഓർഡർ വേണം. ഒരു തീവ്രവാദി അറ്റാക്ക് വന്നാൽ നേരിടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ? പിന്നെ താൻ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി, കാർ ഞാൻ എടുത്തോളാം. സോറി നിയ, ഇന്ന് ഞാനാണ് ഈ കാറിന്റെ ഡ്രൈവർ ഓൺ ഡ്യൂട്ടി. താൻ വരണ്ടെന്ന് ഞാനല്ലേ പറയുന്നത്? എന്നെ ഈ ഡ്യൂട്ടി എപ്പിച്ചു തരുന്നത് മാഡമാണ്. ഞാൻ വേണം മാഡത്തിനെ വിളിച്ചു പറയാം. താൻ എന്നെ വിളിച്ച് കൂടുതൽ കുഴപ്പമുണ്ടാക്കണ്ട. വണ്ടി എടുക്ക്. താൻ വണ്ടി എടുക്കുന്നുണ്ടോ? ഈ റൈറ്റിലേക്ക്. ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഈ കാടിനകത്ത്. ഇവിടെ നിർത്തിയാൽ മതി. ഇവിടെ അതെ നിയ നിന്ന് അതെ നിന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നാണല്ലോ എസ് ഐ മേഡം എന്നോട് പറഞ്ഞത്. എന്റെ ഫ്രണ്ടിന്റെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാ. ഞാൻ കൂടി പങ്കെടുക്കുന്നതിന് വേണ്ടി അവർ ഫംഗ്ഷൻ ഇവിടെ തന്നെ വെച്ചത്. ആ മേഡം പറഞ്ഞ എന്റെ പണി പോകുന്ന ഉറപ്പാ. മാഡത്തോട് ഞാൻ പറഞ്ഞോളാം, താൻ എവിടെ എങ്ങാനും പോയി നിൽക്കും. ഇവിടെ ഹലോ നിയം ആ എസ് ഐ എങ്ങനെ പറഞ്ഞ അതെ സ്റ്റോപ്പ്. കുട്ടിയുടെ പ്രൊട്ടക്ഷൻ എന്റെ ഡ്യൂട്ടിയാണ്, പോകാൻ പറ്റില്ല. താനൊന്ന് പോടും. എങ്ങോട്ടല്ലോ വേഗം വന്നേ. പാർട്ടി സ്റ്റാർട്ട് ചെയ്തോ? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോടാ. അലസത കാണിക്കുന്ന, ചുറുചുറുക്ക് കാണിക്കാത്ത, ഒന്നിലും പങ്കെടുക്കാതെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. സഹായിക്കാൻ ഞങ്ങളില്ലേ കൂടെ എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവരോട് ഇടപെടണം. തുറന്നു പറഞ്ഞാൽ കുറ്റമാവില്ല എന്ന ബോധം ജനിപ്പിക്കണം. പെൺകുട്ടികളോടുള്ള ക്രൂരത ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സ്വന്തം വീടുകളിൽ നിന്നോ അയൽവക്കക്കാരിൽ നിന്നോ അകന്ന ബന്ധുക്കളിൽ നിന്നോ ലൈംഗിക പീഡനം അനുഭവിച്ചാലും അത് തുറന്നു പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. തുറന്നു പറഞ്ഞാൽ സ്വയം അപകടത്തിൽ പെട്ടുപോകുമോ എന്നുള്ള ഭയം. അതുകൊണ്ട് തന്നെ ഉള്ളിലെ നീറ്റൽ സ്വയം അനുഭവിച്ച് നീറിപ്പകുന്ന നിങ്ങൾ ജീവിക്കുന്നു. പിന്നെങ്ങനെ ചിരിക്കും, എങ്ങനെ സന്തോഷിക്കും? എനിക്ക് പറയാനുള്ളത്, നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തെറ്റായി എന്തെങ്കിലും തോന്നുവാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ പോലീസുകാർ എന്നും കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ മാസമുള്ള നമ്മുടെ വനിതാ പോലീസ് സ്റ്റേഷന്റെ കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. എന്റെ ശരീരം എന്റേത് മാത്രമാണ് എന്ന് ആരോടായാലും ഉറക്കെ പറയാൻ നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു മാഡം? മീറ്റിംഗ് നന്നായി പോയി. നമ്മുടെ കൗൺസിലിംഗ് സെഷൻസ് കുറച്ചുകൂടെ നമുക്കൊന്ന് മെച്ചപ്പെടുത്തണം. നമുക്ക് 1-2 മീറ്റിംഗും കൂടി വിളിച്ചാലോ? യാ, ഓക്കെ. ഇത് ഓക്കെ. രാമകൃഷ്ണൻ, നീ എവിടെ? ഹോസ്പിറ്റലിൽ. ഹലോ മാഡം. എവിടെയാ? ഹോസ്പിറ്റലിലെ മാഡം. ചെക്കപ്പ് കഴിഞ്ഞോ? ഇപ്പൊ കഴിയും.
കഴിയുമ്പോ പുറത്ത് പോലീസ് ജീപ്പ് ഉണ്ടാവും, അതിൽ കയറി വന്നോളൂ. ഹോസ്പിറ്റലിൽ സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോ ഹോസ്പിറ്റലിലേക്ക് ജീപ്പാക്കി ഏർപ്പാട് ചെയ്യാൻ. ചെയ്യുന്ന ജോലിക്ക് ആദ്യം വേണ്ടത് ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ കറങ്ങി നടക്കാനല്ല സർക്കാർ തനിക്ക് ശമ്പളം തരുന്നത്. തന്റെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല. ഇയാൾ നമ്മുടെ സ്റ്റേഷൻ അൺഫിറ്റ് ആണ്. സസ്പെൻഷന്റെ റെക്കമെൻഡേഷൻ SP ഓഫീസിലേക്ക് അയച്ചേക്ക്.